ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യൂർ ടേബിൾ ട്രിക്സ് ആണ്. പലരും പ്യൂർ ടേബിൾ ചെയ്യാറുണ്ട്, പക്ഷേ അതിൽ കുറേ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ട്രിക്സുകളുണ്ട്. അതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡാറ്റയാണ്, ഇത് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഡാറ്റയാണ്. നമുക്ക് ഏതൊക്കെ ഐറ്റം മൊബൈലും അതിൻ്റെ ബ്രാൻഡുകളും ഇട്ടിട്ടുള്ള ഡാറ്റയാണ്. ഈ ഡാറ്റേനെ നമുക്ക് പ്യൂർ ടേബിൾ ചെയ്യാം. ഡാറ്റ അതിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഇൻസെറ്റിൽ പോവുക. ഇൻസെറ്റിൽ പോയിട്ട് പ്യൂർ ടേബിൾ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ പ്യൂർ ടേബിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പ്യൂർ ടേബിളിൻ്റെ ഫോർമാറ്റായി. ഈ ഫോർമാറ്റിൽ വന്ന് നമ്മൾ ഇതുപോലെ എല്ലാ പ്രൊഡക്റ്റും, ദാറ്റ് മീൻസ് ഐറ്റം ഗ്രൂപ്പ് എടുക്കണം. ഈ ഐറ്റം ഗ്രൂപ്പിൻ്റെ ബേസിൽ ഐറ്റം എന്നെ റോ ലേബിളിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിടണം. അതുപോലെ ക്വാണ്ടിറ്റി വാല്യൂസ്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് കസ്റ്റമർ ഡാറ്റയാണ്. ഇപ്പോൾ ഏതൊക്കെ കസ്റ്റമർ എത്ര വിറ്റെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കോളം ലേബിൾസിൽ ഡേറ്റ് കൊണ്ടിടണം. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷനാവും, കാരണം നമുക്ക് ഏതൊക്കെ ഡേറ്റാണ്. ഇതിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് മന്ത് വൈസ് ആക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സെക്കൻഡ്സ് വേണോ, മിനിറ്റ്സ് വേണോ, അവേഴ്സ് വേണോ, ഡേയ്സ്, മന്ത്. ഇവിടെ ഞാൻ മന്ത് സെലക്ട് ചെയ്യണം, ഓക്കെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡേറ്റ് എല്ലാം നമ്മൾ മന്ത് വൈസ് ആക്കി. ഇറ്റ്സ് വെരി ട്രിക്കി വേ ആണ്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും ക്വാർട്ടർ വൈസ് ആക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർ എവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർ വൈസ് ആയി. ഇപ്പം നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ക്വാർട്ടർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ്. അപ്പോൾ ക്വാർട്ടർ 2 പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ഇത്രയും ഇനി ഇതിനെ ക്വാർട്ടർ വൈസ് ആക്കി. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റമർ വൈസ് ആണ് ഡാറ്റയാണ്. കസ്റ്റമേഴ്സിന് നമ്മൾ ഫിൽറ്ററിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, റിപ്പോർട്ട് ഫിൽറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കസ്റ്റമർ ഡാറ്റ ഇവിടെ കിട്ടും. ഫിൽറ്ററിൽ ഇപ്പോൾ 7 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ A to Z കോർപ്പറേഷൻ്റെ ഡാറ്റ നമുക്ക് ലഭിക്കും. പക്ഷേ എനിക്ക് വേണ്ടത് എല്ലാ കസ്റ്റമർ ഡാറ്റയും വേണം ഒറ്റതിൽ. ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഫിൽറ്റർ ചെയ്യും, എന്നിട്ട് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇവിടെ വേറെ ട്രിക്ക് ഉണ്ട്. നമുക്ക് ഓപ്ഷൻസിൽ വന്നിട്ട് ഇപ്പോൾ പ്യൂർ ടേബിളിൻ്റെ താഴെ ഒരു ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഷോ ഓൾ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ് എന്നൊരു ഓപ്ഷൻ കാണാം. കസ്റ്റമർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അത്രയും ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ A to Z കോർപ്പറേഷൻ കിട്ടി, അതുപോലെ ABC കോർപ്പറേഷൻ ഉണ്ട്, ചോയ്സ് കോർപ്പറേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഷീറ്റായിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്തു. നമുക്കിത് ഓരോ കസ്റ്റമറേയും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പകരം നമുക്ക് ഓരോ ഷീറ്റ് കിട്ടി. ഇത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതർവൈസ് നമുക്കിതൊരു മെയിലായിട്ടും അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഇത് പ്യൂർ ടേബിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ ട്രിക്സാണ്. പലരും യൂട്ടിലൈസ് ചെയ്യാത്തൊരു ട്രിക്കാണ്. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്യൂർ ടേബിൾ വഴി. ഇതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേറെ കോസ്റ്റ് ഒന്നുമില്ല, ഫ്രീ ആണ് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബിന് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.